മോളി ശ്രീധരൻ ചേട്ടനാ. എന്താണോ ചേച്ചി കടിയുണ്ടോ? ഇല്ല, കടി ഉണ്ടായിപ്പൊരുത്തരും വന്നില്ല. കടി തീർന്നപ്പോഴാ ഓരോരുത്തർ വന്നത്. വൈകുന്നേരത്തേക്ക് കടിയാവോ? 3 മണിയോടെ കടിയാകും, ചിലപ്പോ 4 മണി. എന്നാലേ കടിയാകുമ്പം വരാം. ഓ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. കടി ഉള്ളപ്പോ വരികയല്ല, ഇല്ലാത്തപ്പോ വരും. കടി ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ പാരാപ്പാപ്പച്ചനെത്തി. ശ്രീധര, താൻ മുറിയിലോട്ട് വാ. ഓ മാത്യു, താഴെ വണ്ടിയുടെ ഡെക്കില് എന്റെ പെട്ടിയുണ്ട്, അതിങ്ങ് എടുത്തിട്ട് വാ. പിന്നെ മുറി പറഞ്ഞിട്ടുണ്ട്. ശരി. പിന്നെ ശ്രീധര, എന്നെ അയക്കൊണ്ട് വിശേഷങ്ങള്. അത് പിന്നെ നോക്കേട്ടാ. അയ്യേ, ഇത് അലുമിനിയം പാത്രം ചടങ്ങിയ പോലെ. ഇതേതാടാ? അല്ലോ, ഇതാരാടോ? നോക്കട്ടെ. ഇത് ഇവളാണ് പാപ്പച്ചായ, അംബിക. ഞാൻ വിചാരിച്ചതിനെ തന്നെ പാപ്പച്ചായ സെലക്ട് ചെയ്തു. ഇവളുടെ ഭർത്താവ് ഗൾഫിലാ. വീട്ടിൽ അടയിരുന്ന് മടുത്തു. ഞാൻ നേരത്തെ മുതലേ പാപ്പച്ചായന് വേണ്ടി കണ്ടുവച്ചിരുന്നതാ. ഇവൾ എന്റെ നമ്പർ തേടി പിടിച്ചു വിളിച്ചു. എന്ന് പറഞ്ഞ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ താനല്ലേ? പലതിന്റെ റിലീസ് താൻ വഴിയല്ലേ? പക്ഷേ പാപ്പച്ചായന് വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഞാൻ കുഴയുന്നത്. അതെന്നാടോ? ഓ, പാപ്പച്ചായന്റെ അവസാനത്തെ ആ പണി, അത് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ വലിയ പാടാ. ഒരുമാതിരി അവളുമാര് സഹിക്കുകയല്ല. അതിനെയല്ല അവളുമാര് പരിഭവം പറയും. ചിലർ എന്നോട് കംപ്ലൈന്റ് പറയുകയും ചെയ്യും. എന്നായാലും എന്താടോ, കാശല്യോ കൊടുക്കുന്നേ? പിന്നെ ഇവള് മതി ഒരു 4 ദിവസത്തേക്ക്. ഓ, 4 ദിവസത്തേക്കോ? അതെ, വേറൊന്നും കൊണ്ടല്ലടോ. ഇത്തവണ ശരിക്കൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ച്. ഏതാ? ഓ എടി അമ്പി, ഈ പോരെ, ഇതേലൊരെണ്ണം പിടിപ്പീരേ. എനിക്ക് വേണ്ട പാപ്പച്ചായ. വാടി. എന്നിട്ട് മൊത്തം പ്ലാനതാ? ഏയ്, ഒന്നുമില്ല. വേണ്ടേ?